അയാളുടേത് റയൽ മാഡ്രിഡ് DNA ആണ്. സ്ലോവാക്യക്കെതിരെ 95-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിന്റെ വണ്ടർ ഗോൾ പിറക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകർ ഇങ്ങനെ കുറിച്ചു. ഫുട്ബോൾ കുറെ അപ്രവചനീയതകളുടെ പേരാണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയായിരുന്നു ആ ആവേശപ്പോര്. 90 മിനിറ്റ് വരെ ആ മത്സരത്തിന്റെ സഞ്ചാരം കണ്ടവർ ഇംഗ്ലണ്ട് കളി തിരികെ പിടിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. ഗാരറ്റ് സൗത്ത്ഗേറ്റിന്റെ കളിക്കൂട്ടം ജയിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ് ആ സമയം വരെയും പന്ത് തട്ടിക്കൊണ്ടിരുന്നത്. സ്ലോവാക്യ 25-ാം മിനിറ്റിൽ മുന്നിലെത്തിയതിനു ശേഷവും ഇംഗ്ലണ്ടിന് പ്രത്യേകിച്ച് കുലുക്കമൊന്നും ഉണ്ടായില്ല. പോസ്റ്റിലിടിച്ചു പോയ ഡക്ലാൻ റൈസിന്റെ ഒരു ബുള്ളറ്റ് ഷോട്ട്, ഹാരി കെയ്നിന്റെ എണ്ണം പറഞ്ഞ ചില മുന്നേറ്റങ്ങൾ, ഇടയ്ക്കിടെ കണ്ട ചില ദുർബല നീക്കങ്ങൾ, ഇതൊക്കെയായിരുന്നു കളിയുടെ മുഴുവൻ സമയത്ത് ഇംഗ്ലണ്ട്. സ്ലോവാക്യൻ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കാൻ സെക്കൻഡുകളുടെ ദൂരം മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് ജൂഡ് മാജിക് അവതരിച്ചത്. 94-ാം മിനിറ്റിൽ കെയ്ൽ വാക്കറിന്റെ ഒരു ലോങ് ത്രോ, മാർഗേയുടെ ഹെഡറിൽ പന്ത് പെനാൽറ്റി ബോക്സിൽ ഉയർന്നു പോകുന്നു. പന്തിന്റെ ഗതി മനസ്സിലാക്കിയ ജൂഡ് ആകാശത്ത് ഉയർന്നു പൊങ്ങി ഒരു മനോഹര ബൈസിക്കിൾ കിക്കിൽ അതിനെ വലയിലേക്ക് തിരിച്ചു. സ്ലോവാക്യൻ ഗോൾ കീപ്പർ ഗോൾ പോസ്റ്റിന് മുന്നിൽ കാഴ്ചക്കാരനായി നിന്നു. വെൽറ്റിൻസ് അരീന ഗാലറിക്ക് മുന്നിൽ ബെല്ലിംഗാം തന്റെ ഇരുകൈയും ഉയർത്തി നിന്നു. ചാമ്പ്യൻസ് ലീഗിൽ, ലാലിഗയിൽ അവസാന മിനിറ്റുകളിൽ താൻ നിശബ്ദമാക്കി കളഞ്ഞ ഗാലറികൾക്ക് മുന്നിൽ അയാൾ ഇങ്ങനെ നെഞ്ചുപടർത്തി നിൽക്കുന്നത് നമ്മൾ എത്ര തവണ കണ്ടിരിക്കുന്നു. 21 വയസ്സേ ബെല്ലിംഗാമിനുള്ളൂ. അയാളുടെ ബൂട്ടിൽ നിന്ന് പിറക്കുന്ന മാജിക്കുകൾ ആ പ്രായത്തെയും വെല്ലുന്നതാണെന്ന് പറയേണ്ടി വരും. ബെല്ലിംഗാമിനെ ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ച ബർമിംഗ്ഹാം സിറ്റി, അയാളുടെ കളികടകനെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ബൊറൂസിയ ഡോട്ട്മുണ്ട്, ഇപ്പോൾ റയൽ മാഡ്രിഡ്, ഇവിടെയൊക്കെ എത്രയോ തവണ ക്ലൈമാക്സിലെ ജൂഡ് മാജിക്കുകൾ ഫുട്ബോൾ ലോകം കണ്ടിട്ടുണ്ട്. ബർമിംഗ്ഹാമിന്റെ ഹോം ഗ്രൗണ്ടായ സെന്റ് ആൻഡ്രൂസ് സ്റ്റേഡിയത്തിൽ സ്റ്റോക്ക് സിറ്റിക്കെതിരെയാണ് ജൂഡ് ആദ്യമായി കളത്തിലിറങ്ങുന്നത്. അന്ന് അയാൾക്ക് വെറും 16 വയസ്സ്. കളി 1 മണിക്കൂർ പിന്നിടുമ്പോൾ ബർമിംഗ്ഹാം ഒരു ഗോളിന് പിന്നിലായിരുന്നു. എന്നാൽ 73-ാം മിനിറ്റിൽ ലൂക്കാസ് ജുഡ്കിവിച്ചിലൂടെ ടീം സമനില പിടിച്ചു. പിന്നീട് 3 മിനിറ്റിനകം ബെല്ലിംഗാം ഗോൾ പോസ്റ്റിലേക്ക് നിറയൊടിച്ചു. അതൊരു വണ്ടർ കിഡിന്റെ ഫുട്ബോൾ സഞ്ചാരങ്ങളുടെ തുടക്കമായിരുന്നു. ആ മത്സരത്തിന് ശേഷം ജൂഡ് ചാമ്പ്യൻഷിപ്പിലെ ചൂടേറിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി മാറി. 9 മാസങ്ങൾക്ക് ശേഷം ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് കൂടുമാറിയെങ്കിലും ബെല്ലിംഗാമിന്റെ 22-ാം നമ്പർ ഷർട്ട് പിന്നെ ഒരു കളിക്കാരനും ബർമിംഗ്ഹാം നൽകിയിട്ടില്ല. ഡോട്ട്മുണ്ടിലെ ആദ്യകാലങ്ങളിൽ മുന്നേറ്റ നിരയിലായിരുന്നില്ല സ്ഥാനമെങ്കിലും അവശ്യ സമയങ്ങളിൽ ഗോളുകളുമായി അയാൾ ഇടയ്ക്കിടെ അവതരിച്ചുകൊണ്ടേയിരുന്നു. 2022 ജനുവരിയിൽ ബുണ്ടസ് ലീഗയിൽ ഫ്രാങ്ക്ഫർട്ടിനെതിരെ ബൊറൂസിയയുടെ ഒരു നിർണായക പോരാട്ടം അരങ്ങേറുകയാണ്. നേരിയ കിരീട പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന മാർക്കോ റോസിന്റെ സംഘത്തിന് ആ കളി ജയിക്കേണ്ടത് അനിവാര്യതയായിരുന്നു. മത്സരത്തിലെ 87-ാം മിനിറ്റ് വരെ ഡോട്ട്മുണ്ട് 2-1 പിന്നിട്ട് നിൽക്കുകയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങിയ സമയത്ത് തോമസ് മ്യൂണിഗറുടെ ഒരു ക്രോസ് ബെല്ലിംഗാം അതിശയകരമായി വലയിലെത്തിച്ചു. 2 മിനിറ്റിനുള്ളിൽ മഹ്മൂദ് ദഹൂദിന്റെ ഗോളിൽ ഡോട്ട്മുണ്ട് കളി തിരികെ പിടിച്ചു. റയലിലേക്കുള്ള ജൂഡിന്റെ കൂടുമാറ്റത്തിന് ശേഷം ലാസ്റ്റ് മിനിറ്റ് ത്രില്ലറുകൾ ഫുട്ബോൾ ലോകം ഒരുപാട് കണ്ടു. കഴിഞ്ഞ സെപ്റ്റംബറിൽ സാന്റിയാഗോ ബെർണബ്യൂവിൽ ഗെറ്റാഫയെ നേരിടുകയായിരുന്നു ലോസ് ബ്ലാങ്കോസ്. ജോസ് ബോർഡലാസിന്റെ കൃത്യമായ പ്ലാനുകളിൽ റയലിന്റെ പേരുകെട്ട ആക്രമണ നിരയുടെ മുന്നേറ്റങ്ങളെല്ലാം മുനയൊടിഞ്ഞുകൊണ്ടിരുന്ന സമയം. മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുമ്പോൾ സ്കോർ 1-1. 95-ാം മിനിറ്റിൽ 950 കോടി കൊടുത്ത് റയൽ തന്നെ വാങ്ങിയത് എന്തിനാണെന്ന് ബെല്ലിംഗാം ബെർണബ്യൂവിന് കാണിച്ചു കൊടുത്തു. ലൂക്കാസ് വാസ്കേസിന്റെ ഒരു തകർപ്പൻ ഷോട്ട് ഗോൾ കീപ്പർ തട്ടിയകറ്റിയപ്പോൾ കൃത്യമായി പെനാൽറ്റി ബോക്സിലെത്തിയ ജൂഡ് അനായാസമായി പന്തിനെ വലയിലാക്കി. കഴിഞ്ഞ സീസണിൽ ആദ്യ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടം യൂണിയൻ ബേർലിനെതിരെ റയൽ വിയർത്തു നിൽക്കുകയായിരുന്നു. ബേർലിന്റെ ലോ ബ്ലോക്കിനെ തകർക്കാൻ കാർലോ ആഞ്ചലോട്ടിയുടെ ടീം പെടാപ്പാട് പെട്ടു. 15-ാമത് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് സമനിലയിൽ കലാശിക്കുമെന്ന് ഏവരും കരുതി ഉറപ്പിച്ച നേരത്ത് ബെല്ലിംഗാം പ്രത്യക്ഷപ്പെട്ടു. 95-ാം മിനിറ്റിൽ ബോക്സിലേക്കുള്ള ജൂഡിന്റെ അതിശയ കുതിപ്പ് ഒരു ഗോളിൽ ചെന്നാണ് അവസാനിച്ചത്. പോയ വർഷത്തെ ആദ്യ എൽ ക്ലാസിക്കോയുടെ 1-ാം പകുതി കറ്റാലന്മാരുടെ കയ്യിലായിരുന്നു. കളിയുടെ 6-ാം മിനിറ്റിൽ തന്നെ ഇൽക്കെ ഗുന്തോഗന്റെ ഗോളിൽ ബാഴ്സ മുന്നിലെത്തി. അന്ന് റയലിന്റെ പ്രമുഖ താരങ്ങളെല്ലാം പരിക്കിന്റെ പിടിയിലായിരുന്നു. പക്ഷെ അതൊന്നും ലോസ് ബ്ലാങ്കോസിന് തെല്ലും ബാധിച്ചിരുന്നില്ല. ആദ്യ പകുതിക്ക് ശേഷം കളി മാറി. 68-ാം മിനിറ്റിൽ ടെർ സ്റ്റെഗനെ നിസ്സഹായനാക്കി 25 വാര അകലെ നിന്ന് ജൂഡിന്റെ വെടികുണ്ട വലയിൽ തുളഞ്ഞു കയറി. കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല. 92-ാം മിനിറ്റിൽ ക്ലോസ് റേഞ്ചിൽ നിന്ന് സമർത്ഥമായൊരു ഫ്ലിക്കിലൂടെ എൽ ക്ലാസിക്കോയുടെ പുതിയ രാജാവ് എത്തിയിരിക്കുന്നു എന്ന് ബെല്ലിംഗാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു.